എത്ര നാളിങ്ങനെ പാത്തും പതിയും നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടുന്ന് എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനാ? മുഖം കഴുകാനല്ലേ? എടാ അവള് ചാടി, അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. അവളെ കാണുന്നില്ല. ഉലുവാലാകൂ. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവൾ ആകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവള് എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ओ पैसा 100 ರೂಪ ಸುರು ಚಾರ್ಜಿಗೆ ಬರ್ತಾನ ಇಸ್ಕೋ ಲಾಸ್ಟ್ಲೆ ಕೊಲ್ಲಿಸ್ಲೆಕೋ ತು ಜಾಸ್ತಿನೇನಾ മനസ്സിലാകുന്ന ഭാഷ പറവച്ചേ ಆರ್ತುರ್ತಿ ಬಾಸ್ಲೆ ಆಜಲು ಮಾನದನ ಆದ್ರೂ ಗಾಡ್ದ ಚುಪತ್ತನವಾ എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നത്. ആ എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണേ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയതാ. ആ ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി. ഇടുപ്പൊളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന് നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പുളിക്കുന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാന്ന്? അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി, ചെന്നോക്ക്. കണ്ണ് കെട്ടിട്ട് എങ്ങനെ നോക്കണത്? ഇത് നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ബസന്തി അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം. ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി? ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട. എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. ഞാനാ പൂനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണോ? ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്. ഒറ്റക്ക് പോവണ്ട ബസന്തി, നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും എങ്ങാട് പോയി. ഉണ്ണികൃഷ്ണ
ചോദിക്കാനും പറഞ്ഞ ആരല്ലോ തിരിച്ചതാ പന്നികളെ. ഇനി പരിസരത്ത് കണ്ടു കൊന്നൊളിഞ്ഞ് എന്റെ എലിയെ തുറന്നു വിട്ടല്ലോടി പിശാച്. നിന്നെ ഞാൻ തല്ലി നിക്കാനാ പറഞ്ഞത്. നിക്കാൻ ഉണ്ട് ഞാൻ. സോറി, ഞാൻ കണ്ടില്ല. ശ്ശോ. MK സുന്ദരേശൻ, കെയർ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അജുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപ്പാസ്, കൊച്ചി. അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം. നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. ഇത് മറ്റവന്മാരാ. നിനക്കൊന്ന് കിട്ടിയത് പോരായടാ. ഇന്നെ പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട്. വിടില്ല, കൊല്ലും ഞാനവനെ. അയ്യോ ഇത് കുക്ക, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പെട്ടിയെടുക്കാൻ മറന്നുപോയി, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ച പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാനാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്. അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ. ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോൾ ഓരോ കരിമാടികൾ വന്നോളൂ. ഉണ്ണേ എന്താ പേര്? ആഹാ നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട. ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെപ്പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കറാ അയാള്. അയാളുടെ മോന്താണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മുഖം. നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ. കുറച്ച് താമസം ഉണ്ടാവും. ഏറിയ 1 വീക്ക്. ഇനി എന്റെ ഏറും വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമരാക്ഷം പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലു ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു 5 പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ലട്ടാ. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണിയെ അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര, മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം. വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്കറിയാം. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. ഉണ്ണികൃഷ്ണ, എന്തിനാ ഉണ്ണേട്ടിനെ വിളിക്കുന്നത്? നീ മലയാളം സംസാരിച്ചാൽ അവനെ കൂടി അറിയട്ടെ. വേണ്ട, വേണം, വേണ്ട. വേണം. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയേട്ടനോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യം അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്. സുന്ദര, എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു കൂവിയെ? പതക്ക. പതക്ക? പതക്ക ഈ വെണ്ടക്ക പോലത്തെ, വെണ്ടയ്ക്ക പോലത്തെ പതക്കെ? വാഴക്ക പോലത്തെ, ഈ വാഴക്ക വള്ളി പോലത്തെ മത്തങ്ങയിട്ട് പാവക്ക പോലത്തെ, ഈ കോവക്ക പോലത്തെ. നിനക്ക് എന്താ പറ്റിയത്?
ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ, ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി ഇവളെന്റെ പെങ്ങളെ പോലെ നീ അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. അവൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? അതിപ്പോ പതക്ക. പതക്ക? മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടയ്ക്കാണ്, അവിടെ വെക്ക്. സോറി. ഇതാണ് വണ്ടി. ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല. മിണ്ടാതിരി. എന്താ കൈമൾ സാർ? ഒന്നുമില്ല, കുറെ കാലായാലോ കണ്ടിട്ട്. ഒന്ന് ഷെയ്ക്കൻഡ് തന്ന് പോവാന്ന് വിചാരിച്ചു. ഹലോ, മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എനിക്ക് ലോൺ തന്നത്. ഒരു ചെറുപ്പക്കാരനല്ലേ, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങയുടെ സെക്യൂരിറ്റി എന്നത്? ഒരു സൗമനസ്യം കാണിച്ചു എന്ന് കരുതി അതെന്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. എന്നെ വൈച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെങ്കിൽ അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാൽ മതി. കൈമൾ സാർ, അവര് മിണ്ടി പോകരുത്. തന്നെ പോലെ കുറെ അലപരാധികൾക്ക് ലോൺ കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ളവരാ ഞാൻ. ഇനി അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ഞാനില്ല. ഒന്നും മനഃപൂർവ്വമല്ല, സാറിനെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ന്യായങ്ങൾ ഒരുപാട് പറയാണ്ടാവും. ഇത് എത്രയോ കേട്ട് തഴമ്പിച്ച മക്കളെ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയാ. കുറച്ച് നേരുന്നറിയുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത്. RC ബുക്ക് സാർ അത് വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. അപ്പോഴേ ഇനി ഈ വണ്ടി വിടുന്ന അനങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശ സഹിതം തിരിച്ചു തരണം. അണ്ടർസ്റ്റാൻഡ്? തോക്കോ? ബസന്തിയുടെ ബാണ്ടക്കെട്ടിന്ന് വീണതാ. ഇവിടെ നോക്കട്ടെ. ഇത് കളിത്തോക്ക് കണ്ടാ. സാധാരണ നമ്മുടെ ബലൂൺകാരില്ലേ, അവര് കൊണ്ടുനടക്കുന്ന തോക്കാണിത്. നിനക്ക് കാണാം. മാറ്റി